last time we discussed what is a transfer of property, what kind of restrictions can be imposed in a transfer, all these things we discussed. So now we see in the new pudhiya area അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോൺ പേഴ്സണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെദർ യു ക്യാൻ transfer a property to a person who is not born at the time of transfer എന്നുള്ളതാണ് ഒരു ജനറൽ ആയിട്ടുള്ള ഇത്. പക്ഷേ TP അനുസരിച്ചിട്ട് അതിന് പറ്റുന്ന ചില ഇതുണ്ട്. അതായത് എക്സാക്ട്ലി യു കനോട്ട് ഒരു അൺബോൺ പേഴ്സണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. സോ വി കനോട്ട് സി. സോ സപ്പോസ് ദർ ഈസ് എൻ അൺബോൺ പേഴ്സൺ. ഇപ്പം ഒരാളുടെ ജനിക്കാൻ പോകുന്ന മകന് ഡയറക്റ്റ് ആയിട്ട് ദർ കനോട്ട് ബി എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാൻ പറ്റും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒരു ഓണർ ഇല്ലാതെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രോപ്പർട്ടി. ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് വി സെൽ ദ പ്രോപ്പർട്ടി ഓർ ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ടു ആൻ അൺബോൺ പേഴ്സൺ, ആ പുള്ളി ഉണ്ടാകുന്നവരെ ജനിക്കുന്നത് വരെ ആ പ്രോപ്പർട്ടിക്ക് ഒരു ഓണർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഹോൾഡർ ഇല്ലാത്ത ഒരു അവസ്ഥ വരും. പക്ഷെ അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഇംഗ്ലീഷ് ലോയിലും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. ഒരു പ്രോപ്പർട്ടിക്കും ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ഇൻട്രസ്റ്റ് ഹോൾഡർ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ മേളിൽ ഇൻട്രസ്റ്റ് ആർക്കും ഇല്ലാത്ത ഒരു അവസ്ഥ ഒരു പ്രോപ്പർട്ടിക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു അൺബോൺ പേഴ്സൺ എഴുതി കൊടുക്കാൻ പറ്റാത്തത്. കാരണം ഡയറക്റ്റ് ആയിട്ട് അൺബോൺ പേഴ്സൺ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ജനിക്കുന്നത് വരെ ആ പ്രോപ്പർട്ടിക്ക് ഒരു നാഥൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഓണർ ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. ദാറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ അണ്ടർ ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ a property can be transferred to an unborn person subject to the life interest of one or more persons who are alive at the date of transfer. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അൺബോൺ പേഴ്സൺ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേറൊരാളുടെ ലൈഫ് ഇൻട്രസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട്, സോ ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹി വിൽ ബി ഹോൾഡിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ഇൻ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് പോലെ അയാൾ അത് ഹോൾഡ് ചെയ്യും, ബട്ട് ഫോർ ദ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് ഓഫ് ദ അൺബോൺ പേഴ്സൺ. അപ്പൊ അയാൾക്ക് അതിൽ ഓണർഷിപ്പ് റൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം, അത് പൊസസ് ചെയ്യാം, അത് കൈവശം വെക്കാം, അനുഭവിക്കാം. ഇതിന്റെ അപ്പുറത്തോട്ട് അയാൾക്ക് അത് വിൽക്കാനോ അതിൽ ക്രയവിക്രയം നടത്താനോ ഉള്ള അധികാരം ഉണ്ടാവില്ല. ദേ ബി ജസ്റ്റ് ഹാവിംഗ് ദ റൈറ്റ് ടു എൻജോയ് ദ പ്രോപ്പർട്ടി. അപ്പം അങ്ങനെ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിവസം we can create a life interest in favor of one or more person. ഒരാളാവാം, രണ്ടാളാവാം, മൂന്നാളാവാം, മൂന്നോ നാലോ എത്ര പേര് വേണമെങ്കിലും പല ആൾക്കാരുടെ ലൈഫ് ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈ പ്രോപ്പർട്ടി എയുടെ ലൈഫ് ഇൻട്രസ്റ്റ്, എയുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിയുടെ ലൈഫ് ഇൻട്രസ്റ്റ്, ആ ലൈഫ് ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അൺബോൺ പേഴ്സൺ, ഒരു സിയുടെ അൺബോൺ പേഴ്സണ് ഞാൻ ഈ പ്രോപ്പർട്ടി എഴുതി കൊടുക്കണം. ഐ ആം ട്രാൻസ്ഫറിംഗ് ദിസ് പ്രോപ്പർട്ടി ടു സി's unborn son subject to the life interest of A and B and C. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സിയുടെയും ലൈഫ് ഇൻട്രസ്റ്റ് അതിൽ ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവും. അത് ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, എയും ബിയും സിയുടെ ലൈഫ് ഇൻട്രസ്റ്റ് ആ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവും. എന്നിട്ട് ദ മൊമെന്റ് ദി അൺബോൺ പേഴ്സൺ ഓഫ് സീസ് സൺ ഈസ് ബോൺ, ഹി ഗെറ്റ്സ് ദി ടൈറ്റിൽ ഓഫ് ദ പ്രോപ്പർട്ടി. അയാൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ അതാണ് ആ ഒരു റൂട്ടിലാണ് നമ്മൾ അൺബോൺ പേഴ്സണ് നമുക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, സബ്ജക്ട് ടു ദ ലൈഫ് ഇൻട്രസ്റ്റ് ഓഫ് 1 or 2 or 3 persons who are alive at the date of transfer. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യം വരാം. ഇപ്പൊ ഞാൻ ഇപ്പം ഒരു എയുടെയും ബിയുടെയും ലൈഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഒരു അൺബോൺ പേഴ്സൺ എഴുതി കൊടുത്തു. അപ്പൊ ഈ അൺബോൺ പേഴ്സൺ ജനിക്കുന്നതിന് മുമ്പ് ഈ എയും ബിയും മരിച്ചുപോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോ ബേസിക്കലി ദ ട്രാൻസ്ഫർ വിൽ നോട്ട് ഹാപ്പൻ. ആ ഒരു ഫുൾ ട്രാൻസ്ഫർ ക്യാൻസൽ ആവും, ട്രാൻസ്ഫർ ഉണ്ടാവില്ല. യെസ് കറക്റ്റ്, ട്രാൻസ്ഫർ വിൽ ഫെയിൽ. ആ ട്രാൻസ്ഫർ ഫെയിൽ ചെയ്തിട്ട് അത് ട്രാൻസ്ഫറിന്റെ കയ്യിൽ തന്നെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ജീവിച്ചിട്ടില്ലെങ്കിൽ പുള്ളിയുടെ ലീഗൽ ആയുസിലേക്ക് ആ പ്രോപ്പർട്ടി. ഇതാണ് ഒരു ജനറലി പറയുന്ന ഒരു അൺബോൺ പേഴ്സണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് മെയിൻ കൺസെപ്റ്റ് ആണ്. ഒന്ന് സെക്ഷൻ 13 ആൻഡ് സെക്ഷൻ 14. സെക്ഷൻ 13ഉം 14ഉം ഡീൽ ചെയ്യുന്നത് ഈ അൺബോൺ ചൈൽഡിനുള്ള ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഫസ്റ്റ്, സെക്ഷൻ 13 പറയുന്നത്, സെക്ഷൻ 13 വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ അൺബോൺ പേഴ്സൺ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ഷാൽ നോട്ട്
take effect unless you give the entire right to that unborn person. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ സെക്ഷൻ 13 അതിന്റെ ക്രക്സ്. അതായത് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ അൺബോൺ പേഴ്സൺ കൊടുക്കുമ്പോൾ ട്രാൻസ്ഫറിന് ഉള്ള എല്ലാ റൈറ്റും ആ അൺബോൺ പേഴ്സണിൽ വെസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ വേണം ട്രാൻസ്ഫർ ചെയ്യാൻ, വെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലാതെ അൺബോൺ പേഴ്സണും കൂടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അൺബോൺ പേഴ്സണും കൂടെ നമ്മൾ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് കൊടുക്കുവാണ്. ലൈഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ജീവിച്ചിരിക്കുന്ന ഒരു എക്ക് ലൈഫ് ഇൻട്രസ്റ്റ് കൊടുത്തു. അപ്പൊ ഞാൻ പറയുവാണ് എക്ക് ലൈഫ് ഇൻട്രസ്റ്റ് കൊടുത്തു, എ കഴിഞ്ഞിട്ട് ബിയുടെ ലൈഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, സംഭവിച്ചു. അത് കഴിഞ്ഞ് സിയുടെ അൺബോൺ ചൈൽഡിനാണ് ആ പ്രോപ്പർട്ടി പോകേണ്ടത്. അപ്പൊ ഞാൻ പറയുവാണ് സിയുടെ ഫസ്റ്റ് അൺബോൺ ചൈൽഡിനും ലൈഫ് ഇൻട്രസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് പറയുകയാണ് സിയുടെ സെക്കൻഡ് അൺബോൺ ചൈൽഡിനാണ് ഈ പ്രോപ്പർട്ടി ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ദാറ്റ് വിൽ ബി സബ്ജക്ട് ടു സീസ് ഫസ്റ്റ് അൺബോൺ ചൈൽഡ് ഓൾസോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സിയുടെ ഫസ്റ്റ് അൺബോൺ ചൈൽഡിന് കിട്ടുന്ന റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് മാത്രമാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ അൺബോൺ ചൈൽഡിന് ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫർ വിൽ ഫെയിൽ. അങ്ങനത്തെ ട്രാൻസ്ഫർ നിലനിൽക്കില്ല. കാരണം ഈ സെക്ഷൻ 13 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു അൺബോൺ പേഴ്സണിൽ പ്രോപ്പർട്ടി എത്തുമ്പോൾ ആ പ്രോപ്പർട്ടി അതിന്റെ എല്ലാ റൈറ്റും ആ അൺബോൺ പേഴ്സണിൽ എത്തിയിരിക്കണം. ഇല്ലാത്ത പക്ഷം അങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ് ഷാൽ നോട്ട് ടേക്ക് ഇഫക്ട്. അതാണ് സെക്ഷൻ 13, ട്രാൻസ്ഫർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അൺബോൺ പേഴ്സൺ. അതിന്റെ ആ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ, വേർ ഓൺ എ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി and interest therein is created for the benefit of a person not in existence at the date of the transfer, subject to അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് subject to prior interest created by the same transfer, then the interest created for the benefit of such person shall not take effect unless it extend to the whole of the remaining interest of the transferor in the property. ട്രാൻസ്ഫററിനുള്ള എല്ലാ റൈറ്റും ആ അൺബോൺ പേഴ്സണിന് എത്തിയിരിക്കണം, അല്ലെങ്കിൽ ദാറ്റ് ട്രാൻസ്ഫർ ഷാൽ നോട്ട് ടേക്ക് എഫക്ട് എന്നാണ് സെക്ഷൻ 13 പറയുന്നത്. അതാണ് സെക്ഷൻ 13. ഇനി സെക്ഷൻ 14 പോകണമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ദ റൂൾ ഓഫ് മറ്റേ പെർപെച്യൂറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. റൂൾ അഗൈൻസ്റ്റ് പെർപെച്യൂറ്റി. പെർപെച്യൂറ്റി എന്ന് വെച്ചാൽ വാട്ട് ഈസ് പെർപെച്യൂറ്റി? പെർപെച്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് പെർമനന്റ്, സ്ഥിരമായി. അപ്പം നമ്മൾ ഒരു ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ അൺബോൺ ചൈൽഡ് എന്റെ മോന് വേണ്ടി പ്രോപ്പർട്ടി എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്തൊരു വേറൊരു ജനറൽ കൺസെപ്റ്റ് TP ആക്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഓൾവേസ് ഫേവേഴ്സ് ട്രാൻസ്ഫേഴ്സ് ഇൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നമ്മൾ എപ്പോഴും ഒരു പ്രോപ്പർട്ടി ഒരിടത്ത് ലോക്കായിട്ട് കിടക്കാൻ ഈ ലോ അനുവദിക്കത്തില്ല. അതിന്റെ ഇന്റൻഷൻ അതല്ല. ഇറ്റ് ഷുഡ് ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. പ്രോപ്പർട്ടി എപ്പോഴും ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഒരു സ്ഥലത്ത് തന്നെ ലോക്ക്ഡ് ആയിട്ട് കിടക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ ഒരു സെക്ഷൻ പഠിച്ചിരുന്നു, സെക്ഷൻ 10. സെക്ഷൻ 10 പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് എ പ്രോപ്പർട്ടി ടു അനദർ പേഴ്സൺ വിത്ത് എ കണ്ടീഷൻ ദാറ്റ് ഹി ഷാൽ നോട്ട് ഫർദർ ട്രാൻസ്ഫർ ദാറ്റ് പ്രോപ്പർട്ടി, ഇഫ് ദർ ഈസ് എൻ അബ്സല്യൂട്ട് റെസ്ട്രിക്ഷൻ or absolute bar restricting that transferee from further transferring the immobile property, then that condition is void എന്നാണ് സെക്ഷൻ 10 പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് വിറ്റിട്ട് നമ്മൾ പറയണേ, നിനക്ക് നീ പ്രോപ്പർട്ടി തന്നു, പക്ഷെ നീ ഇത് ആർക്കും വിൽക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, that transfer will be valid but the condition will be void. അപ്പൊ ആ കണ്ടീഷൻ ഇല്ലാത്ത രീതിയിൽ ആ ട്രാൻസ്ഫർ നോർമൽ ട്രാൻസ്ഫർ ആയിട്ട് ടേക്ക് എഫക്ട് ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി ഒരിടത്ത് ലോക്ക് ചെയ്ത് കിടക്കാൻ പാടില്ല, പ്രോപ്പർട്ടി ഷാൽ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ, ടൈമിൽ ഒരു റെസ്ട്രിക്ഷൻ വരുന്ന സാധനമാണ് റൂൾ അഗൈൻസ്റ്റ് പെർപെച്യൂറ്റി എന്ന് പറയുന്ന സാധനം. അത് ഇറ്റ് ഈസ് ഇൻ സെക്ഷൻ 14 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. അപ്പൊ സെക്ഷൻ 14 പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിപ്പോ വിചാരിക്കണം, ഓക്കെ, അൺബോൺ പേഴ്സണ് സെക്ഷൻ 13 പറഞ്ഞു, അൺബോൺ പേഴ്സണ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ സബ്ജക്ട് ലൈഫ് ഇൻട്രസ്റ്റ് സമ്മതിച്ചു, എന്നിട്ട് അതൊരു ഫുൾ റൈറ്റ്സും പോകണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ അൺബോൺ പേഴ്സണ് മറ്റേ അത് കഴിഞ്ഞ് അടുത്തടുത്തെന്ന് പറഞ്ഞ് കുറെ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഫോർ എ ലോങ് ടൈം ദ പ്രോപ്പർട്ടി വിൽ ബി ലോക്ക്ഡ്. വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ അവസാനത്തെ ആൾ ഉണ്ടാകുന്ന വരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വെസ്റ്റിംഗ് ടൈമിന് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നതാണ് സെക്ഷൻ 14. സെക്ഷൻ 14 പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ട്രാൻസ്ഫർ എ പ്രോപ്പർട്ടി ടു ആൻ അൺബോൺ പേഴ്സൺ, ഓഫ് കോഴ്സ് സബ്ജക്ട് ടു ദി ലൈഫ് ഇൻട്രസ്റ്റ് ഓഫ് അതർ 1 or 2 persons ലിവിംഗ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ, ആ ലൈഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഒരു അൺബോൺ പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ദാറ്റ് പ്രോപ്പർട്ടി ഹാസ് ടു വെസ്റ്റ് ഇൻ ദാറ്റ് അൺബോൺ പേഴ്സൺ ബിഫോർ
or on his attaining his majority എന്ന് പറയുമ്പോൾ 18 വയസ്സാണ് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് അനുസരിച്ചിട്ട് ഒരു 18 വയസ്സാണ്. അപ്പം 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ അയാളിൽ ആ അൺബോൺ ചൈൽഡിൽ വെസ്റ്റ് ചെയ്തിരിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു പീരീഡ് നമ്മൾ ട്രാൻസ്ഫറിൽ വെസ്റ്റിംഗിന് പറഞ്ഞു കഴിഞ്ഞാൽ then the transfer fails. അതാണ് സെക്ഷൻ 14 പറയുന്നത്. സെക്ഷൻ 14 പറയുന്നത് ഇത്രയേ ഉള്ളൂ. On a transfer of property, no transfer of property can operate to create an interest which is to take effect after the lifetime of one or more persons living at the date of such transfer, and the minority of some person who shall be in existence at the expiration of that period, and to whom, if he attains full age, the interest created is to belong. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി നമ്മൾ അൺബോൺ ചൈൽഡിന് എഴുതി കൊടുക്കുമ്പോൾ ആ അൺബോൺ ചൈൽഡിൽ സബ്ജക്ട് ടു ലൈഫ് ഇൻട്രസ്റ്റ് ഈ അൺബോൺ ചൈൽഡിൽ എത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ അത് എത്തുമ്പോൾ തന്നെ വെസ്റ്റഡ് ആയിരിക്കുക, അൺബോൺ ചൈൽഡിൽ ഫുൾ റൈറ്റ് വെസ്റ്റഡ് ആവുക, അല്ലെങ്കിൽ അവന്റെ മൈനോറിറ്റിക്ക് അപ്പുറത്തേക്ക് വെസ്റ്റിംഗ് പീരീഡ് പോകാൻ പാടില്ല. മൈനോറിറ്റിക്ക് അപ്പുറത്തേക്ക് വെസ്റ്റിംഗ് പീരീഡ് പോയി കഴിഞ്ഞാൽ അത് ഒരു ട്രാൻസ്ഫർ ഇഫക്റ്റ് ആവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഈ പറഞ്ഞ എയും ബിയും സിയും എഴുതിയിട്ട് സിയുടെ സണ്ണിന് സബ്ജക്ട് ടു ദ ലൈഫ് ഇൻട്രസ്റ്റ് ഓഫ് എ ബി ആൻഡ് സി ആൻഡ് ട്രാൻസ്ഫറിംഗ് ദ പ്രോപ്പർട്ടി ടു സീസ് എൽഡർ സൺ ഹു വിൽ ബി ഇൻ എക്സിസ്റ്റൻസ് അറ്റ് ദാറ്റ് പോയിന്റ് എനി ടൈം. അപ്പൊ ആള് ജനിച്ചിട്ടില്ല, അപ്പം അയാൾക്ക് എഴുതി കൊടുക്കണം. അപ്പം സബ്ജക്ട് ടു എ ബി സീസ് ലൈഫ് ഇൻട്രസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഗിവൺ ടു സീസ് അൺബോൺ ചൈൽഡ് ഫസ്റ്റ് ചൈൽഡ് എന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ദ മൊമെന്റ് ഹി ഈസ് ബോൺ and provided the life interest persons are alive, ലൈഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരെല്ലാം ജീവിച്ചിരിക്കണം. അല്ലാതെ അവർ ഈ പയ്യൻ മരിക്കുന്നതിന് മുമ്പ് ഈ ലൈഫ് ഇൻട്രസ്റ്റിന്റെ ആൾക്കാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ വിൽ നോട്ട് ടേക്ക് ഇഫക്ട്. അപ്പം ഇവര് ആളുടെ ലാസ്റ്റ് ആൾ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ട്, ലൈഫ് ഇൻട്രസ്റ്റ് ഹോൾഡർ ഉണ്ട്, അപ്പം ഈ കുട്ടി ഉണ്ടാവണം, സീസ് ഫസ്റ്റ് സൺ ജനിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ബർത്ത് he will get the right over the property. നോർമൽ കേസിൽ ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു കണ്ടീഷൻ കൂടെ അതിൻ്റെ അകത്ത് വെക്കുവാണ്, സിയുടെ മകൻ ജനിച്ചു, ബട്ട് സ്റ്റിൽ ദ വെസ്റ്റിംഗ് പീരീഡ് ഒരു കണ്ടീഷനും കൂടെ ഞാൻ ഇടുവാണ്. അവനൊരു 10 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോഴേ ഈ പ്രോപ്പർട്ടി അവനിൽ വെസ്റ്റ് ആവുള്ളൂ. അതുവരെ അവനത് യൂസ് ചെയ്യാം, ബട്ട് ദ ഓണർഷിപ്പ് വെസ്റ്റ് ഇൻ ഹിം അപ്പോൺ ഹിം അറ്റൈനിങ് 10 years ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കവനന്റ് ഇടുവാണ്, ഒരു കണ്ടീഷൻ ഇടുവാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് വാലിഡ് ബിക്കോസ് ദി പ്രോപ്പർട്ടി ബിക്കംസ് വെസ്റ്റഡ് ഇൻ ഹിം ബിഫോർ ഹി അറ്റൈൻസ് മെജോറിറ്റി. അവന് മെജോറിറ്റി ആവുന്നതിന് മുമ്പ് അവന് ഫുൾ ആയിട്ട് വെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ എ ബി സിയുടെ ലൈഫ് ഇൻട്രസ്റ്റ് സബ്ജക്ട് ചെയ്തിട്ട് സിയുടെ എൽഡർ സണ്ണിന് ഞാൻ പ്രോപ്പർട്ടി എഴുതി കൊടുക്കുവാണ്. എന്നിട്ട് എഴുതി കൊടുക്കുമ്പോൾ അതിന്റെ ഒന്നുകൂടെ പറഞ്ഞു, ബട്ട് ദ സി സൺ എൽഡർ സൺ വിൽ ബി ഗെറ്റിംഗ് ദ ഫുൾ ഓണർഷിപ്പ്, അല്ലെങ്കിൽ ദ വെസ്റ്റിംഗ് വിൽ ഹാപ്പൻ ഓൺലി അപ്പോൺ ഹിം അറ്റൈനിങ് 20 years ഓഫ് ഏജ്. അവന് 20 വയസ്സാകുമ്പോഴേ അവന് കംപ്ലീറ്റ് ഫുൾ റൈറ്റ് അവന് വെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാൽ then the entire transfer fails because that is in violation of section 14. 14ന്റെ വയലേഷൻ ആണ്. അതായത് അവന്റെ മൈനോറിറ്റിക്ക് മുമ്പ് അവനെ വെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ ചെയ്തത് അവന്റെ മൈനോറിറ്റി കഴിഞ്ഞു പോയി. അപ്പം പിന്നെ വെസ്റ്റിംഗ് മൈനോറിറ്റി കഴിഞ്ഞു, അൺബോൺ ചൈൽഡ് അവൻ ജനിച്ചു, അതിന് അവന്റെ മൈനോറിറ്റിയും കഴിഞ്ഞു പോയി, അതായത് 18 കഴിഞ്ഞു പോയതുകൊണ്ട് ദാറ്റ് ട്രാൻസ്ഫർ ഫെയിൽ. സോ ദാറ്റ് ഈസ് കവേർഡ് ഇൻ സെക്ഷൻ 14. അപ്പൊ 13ഉം 14ഉം കൂടെ നമ്മൾ ഇറ്റ്സ് എ കൺജങ്ക്റ്റീവ് റീഡിംഗ് ഓഫ് സെക്ഷൻ 13 and 14. It is very clear that when you transfer a property to an unborn person, two things we have to keep in mind. One thing is that law prescribes that the transfer should be of the entire interest of the transferor, and the entire rights interest of the transferor should vest in that unborn child. First requirement ആണ് 13 എന്ന് പറയുന്നത്. രണ്ടാമത്തെ requirement, the vesting should happen in the unborn child after his birth. The vesting should happen not later than his majority. അതായത് അവന് മെജോറിറ്റി ആവുന്നതിന് മുമ്പ് അവനില് അത് നിക്ഷിപ്തമാകുകയും വേണം. അങ്ങനെ ഈ 2 പോയിന്റും കൂടെ ചേരുമ്പോഴാണ് ഒരു അൺബോൺ ചൈൽഡിനുള്ള ട്രാൻസ്ഫർ കറക്റ്റ് ആണ്. 13നും 14നും കവർ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അകത്തൊരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചു വില്ലൊക്കെ എഴുതുമ്പോഴത്തേക്കും ഇത് ബാധകമാണോ എന്നുള്ളതാണ്. എനി ഐഡിയ? Will is not covered under Transfer of Property Act because it is not a transfer inter vivos. എന്ന് വെച്ചാൽ 2 ലിവിംഗ് പേഴ്സൺസ് സെക്ഷൻ 5 ഓഫ് TP ആക്ടിൽ കവർ ചെയ്യുന്നതാണ്. 2 ലിവിംഗ് പേഴ്സൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരു ഇന്റർ വൈവോസ് ആവുന്നത്, ട്രാൻസ്ഫർ ആവുന്നത്. ബട്ട് വിൽ, ഇൻ കേസ് ഓഫ് എ വിൽ, ഇറ്റ് ഇസ് നോട്ട് an ഇന്റർ വൈവോസ് ട്രാൻസാക്ഷൻ. അപ്പം വിൽ ഈസ് നോട്ട് കവേർഡ് അണ്ടർ TP ആക്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ
നമ്മൾ വില്ല് എഴുതുമ്പോൾ വെദർ ഐ ക്യാൻ give my property after my death to an unborn persons അങ്ങനെ ഒരു ഈ റൂൾ ഓഫ് against perpetuity അല്ലെങ്കിൽ സെക്ഷൻ 13-14 ഉള്ളത് ഡിസ്റിഗാർഡ് ചെയ്തിട്ട് വെദർ ഐ ക്യാൻ ഡിസ്പോസ് മൈ പ്രോപ്പർട്ടി ത്രൂ എ വിൽ എന്നൊരു ചോദ്യം വരും. Different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional